ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും, മാരൻ എന്ന് പറയുന്ന മൂവിയിലെ മോഷൻ പോസ്റ്ററാണ്. അത് പൊള്ളി സംഭവമാണ്. BGM എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് അതിനകത്ത്. അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ വല്ലാതെ ഉലകം. കാർത്തിക് നരേൻ സംവിധാനം ചെയ്തിട്ടുള്ള ധനുഷ് ചിത്രം മാരൻ. നമുക്കതിലേക്ക് പോവാം. യെസ്, വേറെ ലെവൽസ് ആണ്. അതൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പടത്തിന്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു തല്ല് പടം ഉറപ്പായി. അതും നല്ലൊരു ത്രില്ലർ ആയിരിക്കും. അതെ, പിന്നെ പേനയിൽ നിന്ന് ബ്ലഡ് ഡ്രോപ്സ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഇന്റർമീനിങ് ഉണ്ടായിരുന്നു. എന്ത് ഇന്റർമീനിങ്? നല്ല തല്ലൊക്കെ കഴിഞ്ഞിട്ടുള്ള കയ്യിലൊരു ആയുധം ഇല്ലാത്തപ്പോ ചിലപ്പോ ഉപയോഗിച്ചിട്ട് പണ്ട് പറയാറില്ലേ നമ്മളെ എന്താ പറയുക, ആയുധത്തിന്റെ മൂർച്ചയിലല്ല അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് കാര്യം എന്ന് പറയും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോ ഉപയോഗിച്ചിട്ടുണ്ടാവും. താഴെ ഇങ്ങനെ കയറി വന്ന് അതും ക്യാമറ നല്ല രസത്തിൽ ഇങ്ങനെ മൂവ്മെന്റ് അതിനകത്ത് കണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പിനകത്തും വരുന്ന ഓരോരുത്തരും മരിച്ചു വീണെടുക്കുന്നുണ്ടാവും. എന്നിട്ടാണ് ആ ഒരു ബിൽഡിംഗ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ പൊട്ടി വീണെടുക്കുന്ന ആ ഒരു പിയാനോ അല്ലെ, അതിനകത്ത് നമ്മളുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രകാശ് പൊള്ളി. എന്തായാലും ആ BGM ഒരു രക്ഷയില്ല. BGM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം മോഷൻ പോസ്റ്റർ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു BGM തന്നെയാണ്. പിന്നെ നമുക്കറിയാം പാട്ട് നമ്മൾ കണ്ട് ഗംഭീര ഹിറ്റ് സോങ്. ഗംഭീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കോംബോ, അതായത് GV പ്രകാശ് ധനുഷ് കോംബോ മാസ് സംഭവമാണ്. പിന്നെ ഇതിനകത്ത് ധനുഷിന്റെ ലുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പഠിപ്പുണ്ട്, പക്ഷെ ആള് സാഹചര്യം കൊണ്ട് റൗഡി അല്ലെങ്കിൽ സിറ്റുവേഷനെ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് അതുപോലെയാണ് തോന്നുന്നത്. പിന്നെ ഭയങ്കര ഡീസന്റ് ലുക്കാണുള്ളത് കാണുമ്പോഴും. പിന്നെ അതുപോലെ തന്നെ ആള് ഭയങ്കര ചെറുപ്പായ പോലെയുണ്ട് കുറച്ചും കൂടി. ആക്ടിങ്ങിന്റെ കാര്യം നമ്മൾ പറയണ്ടല്ലോ, ഒരുപാട് നാഷണൽ അവാർഡ് തന്നെ വാങ്ങിയിട്ടുള്ള ആക്ടറാണ്. കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷമായ അസുരൻ പോലും ഒരു ഗംഭീര പടമായിരുന്നു. ഈ പടത്തിന്റെ മെയിൻ നമ്മളെ ഹൈലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ളത് കാർത്തിക് നരേൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. കാരണം ധ്രുവങ്ങൾ 16 എന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് തന്നെ ആളുടെ ഒരു പേര് സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവരും അറിഞ്ഞത്. കാരണം 21ാമത്തെ വയസ്സിലാണ് ആദ്യ സിനിമ ചെയ്തത്. അപ്പൊ ഇല്ല, ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല ഒരു ഫസ്റ്റ് ഡയറക്ടർ ഡെബ്യൂട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഇത്ര ചെറിയൊരു ആളാണ് ചെയ്തത്. 21 ഇയേഴ്സിലാണ് ചെയ്തത്. അപ്പം അതും നമ്മളെ മലയാളത്തിന്റെ സ്വന്തം റഹ്മാനെ നായകനാക്കി എടുത്ത സിനിമ. ശരിക്കും അത് വലിയ റിസ്ക്കും കൂടിയാണ് ആ സമയത്ത്. കാരണം വെച്ചാൽ അത്ര വലിയ സ്റ്റാർഡം ഇല്ല, എന്നിട്ടും കൂടി എടുത്തപ്പോഴും ആ പടം വല്ലാത്ത ഹിറ്റായി. ഒരു കിട്ടിലും ത്രില്ലർ സാധനമായിരുന്നു. അപ്പം ആ ഒരു എക്സ്പെക്ടേഷൻ തന്നെ അതിനുശേഷം ഇറങ്ങിയ എല്ലാ സിനിമയിലും ഇപ്പം മാഫിയ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതുപോലെ നമ്മളെ നവരസേൻ്റെ അകത്ത് ഒരു ആന്തോളജി ചെയ്തിട്ടുണ്ട്. ആള് ചെയ്യുന്നതൊക്കെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ്. സംഭവം മനസ്സിലായി. അപ്പൊ എന്താണ് 21ാമത്തെ വയസ്സിൽ പുള്ളിക്കാരനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ 21ാമത്തെ വയസ്സിൽ വന്ന ഐഡിയ ആയിരിക്കില്ലേ? ഇല്ല, മുന്നേ ഇത് തന്നെ ആയിരിക്കും. അതായത് ഡ്രീം പ്രോജക്ട് തന്നെയാണ്, അത്രയും പെർഫെക്ഷനോട് കൂടി. കാരണം ആ സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല ക്രിട്ടിക്സ് ആണ് ആ സമയത്ത് എല്ലാവരും പറഞ്ഞത്. ആ മേക്കിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ ഈ പടവും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഇറങ്ങുന്നത്. റിലീസ് വരുന്നത്. അപ്പൊ എന്തായാലും OTT ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പടത്തിന്റെ BGMഉം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചും കൂടി നന്നായിരിക്കും. ഇനിയിപ്പോ എല്ലാം മുന്നേ ചെയ്തുകൊണ്ടായിരിക്കാം OTTയിൽ തന്നെ ഇറങ്ങുന്നത് അല്ലെ. നല്ല ബോക്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ സൗണ്ട് ഒക്കെ വെച്ച് സൗണ്ട് സിസ്റ്റം ഒക്കെ ആക്കിയിട്ട് കാണേണ്ടി വരും. പക്ഷെ എന്തായാലും ഇനിയിപ്പോ മൂവീസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് മൂവി തിയേറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഇനി അങ്ങനെയാണ്. ഫ്യൂച്ചർ അങ്ങനെയാണ്. ഓൾറെഡി നമ്മുടെ പൃഥ്വിരാജ് പ്രവചിച്ചതുപോലെ പണ്ട്. എന്തായാലും ഇനി പടത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം ഇത് ജസ്റ്റ് ഒരു മോഷൻ പോസ്റ്റർ മാത്രമാണ്.
അതുപോലെ അതിനുശേഷം പാട്ടും ഇറങ്ങി. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള അപ്ഡേറ്റ്സ് വരും. അപ്പോൾ വരുന്ന സമയത്ത് നമുക്കത് വീണ്ടും റിയാക്ട് ചെയ്യാം. പുതിയ അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരേക്കും ബൈ.